യൗസേപ്പ് പിതാവ് പിശാചിന്റെ പേടി സ്വപ്നമാണ്. നരകം ഭയക്കുന്ന പേരാണ് യൗസേപ്പ് പിതാവിന്റെ പേര്. അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവ്, രക്ഷകന്റെ പിതാവ്. ആ യൗസേപ്പിനെ നരകത്തിന് എങ്ങനെ ഭയക്കാതിരിക്കാൻ കഴിയും? യൗസേപ്പ് ഉറങ്ങുമ്പോൾ പോലും പിശാചിന് യൗസേപ്പിനെ ഭയമാണ്. എന്താ കാര്യം? ഉറങ്ങുമ്പോൾ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് യൗസേപ്പ് പിതാവ്. പിശാചിനെ, തിന്മയെ, നരകത്തെ ഒരു കെട്ടുകഥയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തിരിച്ചറിയണം. നരകതന്ത്രങ്ങളുടെ കെണികളിൽ വീണു പോകുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. അവരെയൊക്കെ ഓർത്ത് യൗസേപ്പ് പിതാവിന്റെ വലിയ സംരക്ഷണം, പിശാചിന്റെ ഭയമായ, നരകത്തിന്റെ ഭീതിയായ യൗസേപ്പിന്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 31ാമത്തെ ദിവസം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സെയിന്റ് ജോസഫ്, ടെറർ ഓഫ് ഡെമൺസ്, പ്രേ ഫോർ us. സെയിന്റ് ജോസഫ്, ടെറർ ഓഫ് ഡെമൺസ്, പ്രേ ഫോർ us. പിശാചിന്റെ പേടി സ്വപ്നമേ, സാത്താന്റെ ഭയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. യൗസേപ്പ് പിതാവ് പിശാചിന്റെ പേടി സ്വപ്നമാണ്. നരകം ഭയക്കുന്ന പേരാണ് യൗസേപ്പ് പിതാവിന്റെ പേര്. തീർച്ചയായിട്ടും നാരകീയ ശക്തികൾ, അന്ധകാരത്തിന്റെ ശക്തികൾ, പിശാച് ഈശോയെ ഭയക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറിയത്തെയും ഭയക്കുന്നു. അതിനാൽ തന്നെ യൗസേപ്പിനെയും നരകം ഭയക്കുന്നുണ്ട്. യൗസേപ്പിനെ എങ്ങനെ ഭയക്കാതിരിക്കും? കാരണം അമലോത്ഭവയുടെ ഭർത്താവ്, അമലോത്ഭവയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവ്, രക്ഷകന്റെ പിതാവ്. ആ യൗസേപ്പിനെ നരകത്തിന് എങ്ങനെ ഭയക്കാതിരിക്കാൻ കഴിയും? ഈശോയിലേക്ക്, മറിയത്തിലേക്കുള്ള ഗേറ്റ് വേ ആണ്. ഈശോയിലേക്ക്, മറിയത്തിലേക്കുള്ള വാതിലാണ്, വഴിയാണ് യൗസേപ്പ് പിതാവ്. ഈ യൗസേപ്പ് പിതാവാണ് ഹേറോദിന്റെ കരങ്ങളിൽ നിന്ന് ഉണ്ണിമിശിഹായെ കാത്തത്, പതിറ്റാണ്ടുകൾ തിരുമുഖത്തെ ആരാധിച്ചത്, ഈശോയെ, ഈശോയിലെ ദൈവത്വത്തെ ആരാധിച്ച ആരാധകനാണ് യൗസേപ്പ് പിതാവ്. പറ്റേണൽ അതോറിറ്റിയോടുകൂടി, പിതൃസഹജമായ അധികാരത്തോടുകൂടി ഉണ്ണിമിശിഹായെ ഭൂമിയിൽ വളർത്തിയ വ്യക്തി. അങ്ങനെയുള്ള യൗസേപ്പിനെ ഭയപ്പെടാതിരിക്കാൻ എങ്ങനെ നരകത്തിന്, പിശാചിന് കഴിയും? യൗസേപ്പിനെ ഭയക്കാൻ പിശാചിന് അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ടെറർ ഓഫ് ഡെമൺസ്, പിശാചിന്റെ ഭയം, നരകത്തിന്റെ ഭയമാണ് യൗസേപ്പ് പിതാവ്. എന്തൊരു ടൈറ്റിലാണത്, എന്തൊരു തലക്കെട്ടാണത്! നരകം ഭയക്കുന്ന യൗസേപ്പ് പിതാവേ എന്ന് നമ്മൾ യൗസേപ്പ് പിതാവിനെ വിളിക്കുന്നത്. വളരെ യുണീക്കായിട്ടുള്ള, വളരെ വ്യതിരക്തതയുള്ള ഒരു പേരാണ്, ഒരു ടൈറ്റിലാണ് ഈ ടെറർ ഓഫ് ഡെമൺസ്. അത് ഒരു പോരാളിക്ക് ചേരുന്ന അഭിസംബോധനയുടെ വാക്കാണ് ടെറർ ഓഫ് ഡെമൺസ്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയുന്നത്, യൗസേപ്പ് പിതാവിന്റെ കൈകളിലെ ലില്ലിയില്ലേ, ലില്ലിപ്പൂ, ലില്ലി തണ്ട് യൗസേപ്പ് പിതാവ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ സ്വോർഡ് ഓഫ് പ്യൂരിറ്റി എന്നാണ്. ശുദ്ധതയുടെ വാളാണ് യൗസേപ്പ് പിതാവിന്റെ കൈകളിലിരിക്കുന്ന ആ ലില്ലിപ്പൂ. ആ ലില്ലിപ്പൂ കൊണ്ട്, ആ ശുദ്ധതയുടെ വാളുകൊണ്ട്, ആ സ്വോർഡ് ഓഫ് പ്യൂരിറ്റി കൊണ്ട് യൗസേപ്പ് നരകത്തെ തകർക്കുന്നുണ്ട്. ആ സ്വോർഡ് ഓഫ് പ്യൂരിറ്റി കൊണ്ട്, ശുദ്ധതയുടെ വാളുകൊണ്ട് അന്ധകാരത്തെ യൗസേപ്പ് കീറി മുറിക്കുന്നുണ്ട്. യൗസേപ്പിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ പിശാച്, നരകശക്തികൾ ഭയപ്പെടുന്നുണ്ട്. എന്തുമാത്രം, ഹൗ മച്ച്, എത്രയധികം നരകം യൗസേപ്പിനെ ഭയപ്പെടുന്നുണ്ട്, പിശാച് യൗസേപ്പിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ, യൗസേപ്പ് ഉറങ്ങുമ്പോൾ പോലും പിശാചിന് യൗസേപ്പിനെ ഭയമാണ്. എന്താ കാര്യം? ഉറങ്ങുമ്പോൾ പോലും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് യൗസേപ്പ് പിതാവ്. യൗസേപ്പിന്റെ ശരീരം വിശ്രമിക്കുമ്പോഴും ആത്മാവ് സന്നദ്ധമാണ്. ആത്മാവ് ദൈവസ്വരത്തിന് കാതോർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ യൗസേപ്പിനെ നരകം ഭയക്കുന്നു. ഉണർന്നു കഴിഞ്ഞാൽ യൗസേപ്പ് നിറവേറ്റുന്നത് ദൈവതിരഹിതമാണെന്ന് നിശ്ചയം. നരകത്തിന്റെ പദ്ധതികളെ, നരകത്തിന്റെ ഉദ്ദേശങ്ങളെ തകർക്കാൻ യൗസേപ്പിന്
കഴിയും. അപ്പോൾ ഈ യൗസേപ്പിനോട് നമുക്കും മാധ്യസ്ഥ്യം തേടാൻ കഴിയണം. യൗസേപ്പ് പിതാവ് ശാന്ത സ്വഭാവിയാണ്. ഹീസ് ക്വയറ്റ്. അതിന്റെ അർത്ഥം യൗസേപ്പ് ഭീരുവാണെന്ന് അല്ല. ഹീസ് ക്വയറ്റ് ബട്ട് ഹീസ് നോട്ട് ടിമിഡ്. യൗസേപ്പ് ശാന്തനാണ്, പക്ഷെ യൗസേപ്പ് ഭീരുവല്ല. ആത്മീയ പോരാട്ടത്തിൽ യൗസേപ്പ് നമ്മെ സഹായിക്കുന്നുണ്ട്. യൗസേപ്പിന്റെ ഒരു നോട്ടം, യൗസേപ്പിന്റെ ഒരു വാക്ക് പിശാചിനെ തോൽപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ, ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, ടെറർ ഓഫ് ഡിമൺസ് എന്ന യൗസേപ്പിന്റെ ടൈറ്റിലിനെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസം ആരും ചിന്തിക്കരുത്, പിശാച് ഒരു കെട്ടുകഥയല്ലേ, പിശാച് ഒരു ഫെയറി ടെയിൽ അല്ലേ. ഒരിക്കലുമല്ല. പിശാച് ഒരു കെട്ടുകഥയല്ല. പിശാച് ഇസ് എ റിയാലിറ്റി. അതിനെ ഒരു കെട്ടുകഥയായി, പിശാചിനെ, തിന്മയെ, നരകത്തെ ഒരു കെട്ടുകഥയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തിരിച്ചറിയണം. പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ ലേഖനത്തിൽ 1 പത്രോസ് 1 Peter chapter 5 verses 8 and 9, 1 പത്രോസ് 5-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. പിശാച് പടിവാതിൽക്കലുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാർഗത്തിന്റെ എപ്പിസോഡിൽ ധ്യാനിച്ചൊരു കാര്യമുണ്ട്. മാർഗത്തിനല്ല, നമ്മൾ ബ്ലസ് 364 ധ്യാനിച്ചൊരു കാര്യമുണ്ട്. കായേനോട്, അസൂയ മൂത്ത കായേനോട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തിന്മ നിന്റെ പടിവാതിൽക്കൽ നിൽപ്പുണ്ട്, തിന്മ നിന്റെ വാതിൽക്കൽ നിൽപ്പുണ്ട്. അതിന് സമാനമായ ഒന്നാണ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്നറിയാൻ പിശാച് നമ്മുടെ ചാരത്ത് നിൽപ്പുണ്ട്. ആ നേരത്ത് നമുക്ക് യൗസേപ്പ് പിതാവിന്റെ സംരക്ഷണം വേണം. പിശാചിനെതിരെയുള്ള നാരകീയ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കർത്താവ് നമുക്കായി ഈ യുദ്ധം നടത്തുന്നു. കർത്താവിനോടൊപ്പം പരിശുദ്ധ അമ്മ യൗസേപ്പ് പിതാവ് നമ്മെ സഹായിക്കുന്നു. പിശാചിനെ, അവന്റെ സകല തന്ത്രങ്ങളെ തകർക്കാൻ കത്തോലിക്ക തിരുസഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് പരിശുദ്ധ കൂദാശകളിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ഈ പോരാട്ടത്തിൽ, അതുകൊണ്ടല്ലേ ഭൂമിയിലെ സഭയെ വിളിക്കുന്ന പേര് സമരസഭ എന്നാണ്. സ്വർഗത്തിലെ സഭ വിജയസഭ, ഭൂമിയിലെ സഭ സമരസഭ, ശുദ്ധീകരണ സ്ഥലത്തുള്ളത് സഹനസഭ. വി ആർ മിലിറ്റന്റ് ചർച്ച്. തിന്മയോട്, പിശാചിനോട് സമരം ചെയ്യുന്ന ഈ ജീവിതയാത്രയിൽ യൗസേപ്പ് പിതാവ് മക്കളെ എന്ന പോലെ നമ്മളെ കാക്കും, നമുക്ക് സംരക്ഷകനായിരിക്കും. നമുക്കിന്ന് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും സമർപ്പിക്കാം. പിശാചിനാൽ വേട്ടയാടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നരകതന്ത്രങ്ങളുടെ കെണികളിൽ വീണു പോകുന്ന ഒട്ടനവധി മനുഷ്യരുണ്ട്. അവരെയൊക്കെ ഓർത്ത് യൗസേപ്പ് പിതാവിന്റെ വലിയ സംരക്ഷണം, പിശാചിന്റെ ഭയമായ, നരകത്തിന്റെ ഭീതിയായ യൗസേപ്പിന്റെ സംരക്ഷണം നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ യുവജനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കുക. ഇനി 2 നാളുകൾ കൂടിയാണ് നമുക്ക് പ്രതിഷ്ഠയ്ക്കുള്ളത്. പ്രതിഷ്ഠയുടെ ദിനത്തിനായി നമുക്ക് അടുത്ത ഒരുക്കത്തിലായിരിക്കാം. ലുത്തീനിയ പാടി പ്രാർത്ഥിക്കുക. ഒപ്പം ഈ വിചാരങ്ങളോടുകൂടി നമുക്ക് ചേർന്ന് പ്രതിഷ്ഠാജപം ചൊല്ലി കാഴ്ചവെക്കുകയും ചെയ്യും. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.